സ്വർഗത്തിലായിട്ട് എളുപ്പമാകും എന്നാണ് പരിശുദ്ധ കർത്താവ് ഈശോ പറയുക. അതുകൊണ്ട് പ്രീതിപ്പെടുത്തി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്മയെ മറക്കുവാനായിട്ട് സാധിക്കില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമ്മെ അലറിപ്പായ അനുദിനം ആർത്തട്ട് രസിച്ചു വരുന്ന ഈ സമുദ്രമാകുന്ന ഈ ലോകത്തിൽ നമ്മുടെ കൊച്ചുതോണിയാകുന്ന നമ്മുടെ ജീവിതം സ്വർഗത്തിന് തീരം ഈ കൂരിനുള്ളിൽ ഈ അന്ധകാരത്തിന്റെ നിഴലിൽ ഉയർന്നു നിൽക്കുന്ന ലൈറ്റ് ഹൗസ് ആണ് പരിശുദ്ധ കന്യാമറിയം. ഈ അമ്മയെ നോക്കിയാൽ നമുക്ക് ഈശോയുടെ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കറിയാം, ഈ കാലഘട്ടം, ഈ കൊറോണ കാലഘട്ടം വളരെയധികം അസ്വസ്ഥതയുടെ, ഭയത്തിൻ്റെ, നിരാശയുടെ, ഉത്കണ്ഠകളുടെ, രോഗങ്ങളുടെ, മരണത്തിൻ്റെ നിഴലിൽ പതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുള്ള ഈ ലോകത്തിൽ നമുക്ക് ഈശോയുടെ അടുക്കിലേക്ക് പ്രത്യാശയോടെ, സന്തോഷത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ, ഭയമില്ലാതെ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിൽ നമ്മളെ സമർപ്പിക്കുമ്പോഴാണ്. ഇന്ന് നമുക്ക് അതുകൊണ്ടാണ് വിശുദ്ധ അംബ്രോസ് പറയുന്നത്, നല്ല ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഫലം നൽകുന്ന മരത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ആ മരത്തിലേക്ക് നമ്മൾ ചേർന്നെങ്കിൽ മാത്രമേ നല്ല ഫലം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കൂ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നെങ്കിൽ മാത്രമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ സാധിക്കുള്ളൂ. കാരണം അമ്മ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. തൻ്റെ ചങ്കുവിളവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്യാമറിയം. ആ അമ്മയെ അത്രമാത്രം ഈശോ സ്നേഹിച്ചു. അതുപോലെ തന്നെ മനുഷ്യരായ നമ്മളെയും ഈശോ സ്നേഹിച്ചു. അതുകൊണ്ട് ആ അമ്മ നമുക്ക് സംരക്ഷകവും മധ്യസ്ഥമായി, നമ്മുടെ തന്നെ സ്വന്തം അമ്മയായി ഈശോ നമുക്ക് കൈമാറി. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെയും ഈ ലോകത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് ദൈവങ്ങളോട് സമർപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ ഓരോ കുടുംബങ്ങളും, ക്രൈസ്തവ കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോ ഭരണം നടത്തട്ടെ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവിക വിശുദ്ധിയുടെയും രാജാവും രക്ഷകനുമായ കർത്താവും ഈശോയുടെ തിരുഹൃദയം നമുക്ക് എല്ലാ കൃപകളും വരപ്രസാദങ്ങളും നൽകി നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് ഈ ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 30 ദിവസങ്ങളിലായി നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ ചങ്കിലെ വിരുന്നായ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ, സകല തിന്മകളിൽ മോചിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ച് നമുക്ക് ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ ഈശോയുടെ ഹൃദയത്തോട് മാപ്പും മോചനം അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞങ്ങളേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യമായ പരിശുദ്ധ ഹൃദയത്തോടും എല്ലാ മാതാക്കന്മാരുടെ വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ
അങ്ങേ പുത്രന്റെ ഹൃദയത്തിൽ നിന്നുള്ള പുണ്യങ്ങളാൽ അങ്ങ് ഞങ്ങൾ അലങ്കരിക്കുകയും സ്നേഹത്താൽ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ സാദൃശ്യത്തിലൊന്നായി തീർന്ന് നിത്യരക്ഷയിൽ പങ്കാളികളാകുവാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈശോയുടെ സമൃദ്ധമായ ദൈവികമായ കൃപയിലും സമാധാനത്തിലും ദൈവികമായ പരിപാലനയും അങ്ങ് മുദ്രവയ്ക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുൾ ചെയ്യുന്ന വചനം ശ്രവിക്കുക. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുന്നു. ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുന്നു. എങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുന്നു. കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുന്നു. ഒന്നും കുടുങ്ങാതെ കെണി വീഴുന്നു. പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുന്നു. കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? സോദോമിനെയും ഗൊമോറയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവ് അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോട് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും. കർത്താവേ, കാത്തിരിക്കുന്നു. ഞാൻ അവിടുത്തെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നാണ്. അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു.
അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കരുണാസമ്പന്നനായ പിതാവേ, സ്നേഹാതിരേകത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും അവാച്യമായ നന്മയാൽ അങ്ങ് ഏകജാതന് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തുവല്ലോ. അവിടത്തോട് ഐക്യപ്പെട്ട് അങ്ങേക്ക് അർഹമായ ആരാധന അർപ്പിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. കുരിശിലെ അവിടെ നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ ഉദാശകൾ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട തിരുവലാവിൽ നിന്ന് രക്തവും ജലവും ചൊരിയുകയും ചെയ്തുവല്ലോ. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട രക്ഷയുടെ ആ നീരുറവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ അബ്രാഹം ഞങ്ങളങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് പാടി സ്തുതിക്കുന്നു. നിരുപമം
എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലവിധത്തിലുള്ള ഭാരങ്ങളും വഹിക്കുന്നവരാണ് നമ്മൾ. ലോകത്തിൻ്റെ വേദനയുടെ, കടബാധ്യതയുടെ, രോഗങ്ങളുടെ, മഹാമാരികളുടെ, പ്രതിസന്ധികളുടെ എല്ലാ ഭാരങ്ങളെയും ഈശോ മധുരതരമാക്കുവാൻ കഴിയുന്നവരാണ്. കാരണം എല്ലാത്തിനെയും പരിപാലിക്കുന്ന കർത്താവാണ് അവിടുത്തെ ഹൃദയം. ഈശോയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നെടുവെപ്പുകളും ഉത്കണ്ഠകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ഈശോ ചേർത്ത് വയ്ക്കാം. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുവാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു. കർത്താവ് പറയുന്നു, ഈശോയുടെ തിരുഹൃദയം നമ്മോട് നിരന്തരം മന്ത്രിക്കുന്നത് അതുതന്നെയാണ്. ജീവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്നാണ്. സ്നേഹിക്കുക എന്നാലോ മുറിച്ചു നൽകുകയാണ്. നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ എല്ലാ കൃപാവരങ്ങളും മുറിച്ച് പങ്കുവയ്ക്കപ്പെടുന്ന ഈ അഭൗമികമായുള്ള ദൈവികമായ സ്വർഗീയമായ അനുഗ്രഹത്തിന് ദൈവം നന്ദി അർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹം ചങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഈശോ നൽകിയ ഏറ്റവും പരിപൂർണമായിട്ടുള്ള മാർഗമാണ് പരിശുദ്ധ കുർബാന. ഈ അഭിഷേക നിമിഷത്തിൽ നമ്മുടെ ബലഹീനതകളും നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമൊക്കെ ഈ ദിവ്യ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അവിടുത്തെ രക്തത്താൽ നമ്മളെ കഴുകണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ആവാഹിക്കണമേ എന്ന് ഈശോയുടെ അഭിഷേകം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ഒരു ദിവസം നമുക്ക് ഓർക്കാം. ഈ കഴിഞ്ഞ 30 ദിവസങ്ങളിലായി നമ്മുടെ ഹൃദയത്തിൽ എരിയുന്ന എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ ചങ്കോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പോഴെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനം ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഓർമ്മയ്ക്കായി ചെയ്തു. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിച്ചതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടും നിലകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ അനുഗ്രഹീതരാ പോസ്തലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയിൽ ചൊല്ലി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമുക്ക് ഈശോക്കരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരായി തീരുകയും ചെയ്യുമാ. എന്റെ ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലനായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് കൽപ്പിച്ചരുളിയാലും എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴുണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ഈശോയുടെ ഹൃദയവണക്കം 30-ാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ഹൃദയം ആഗ്രഹിക്കുന്നു. മറിയം നിത്യവചനത്തിന് സമ്മതം കൊടുത്തതിനാലും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ആത്മാവ് ഒന്നായിരിക്കാലും ഭൂമിയുടെയും സമസ്ത വസ്തുക്കളുടെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പുത്രനുള്ള എല്ലാ അധികാരത്തിലും പരിശുദ്ധ അമ്മ പങ്കുചേരുകയാണ്. പരിശുദ്ധ അമ്മയോട് അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം. ജപം. കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. സ്നേഹം തന്നെയായ അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ജീവിതകാലം മുഴുവൻ അപേക്ഷിച്ചാൽ അപേക്ഷിക്കാത്ത ഈ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവ് നിങ്ങളുടെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ, മറിയം, യൗസേപ്പ് നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നുവെന്ന് ഈശോയുടെ മധുരനാമം ഉരുവിട്ടുകൊണ്ടും ഭാഗ്യമരണത്തിന് അർഹരാകുവാൻ കൃപ ചെയ്യണമേ. സുഹൃത ജപം. നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിൽ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൽ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിൽ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അപേക്ഷിക്കുന്നുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുക. എത്രയും ദയയുടെ മാതാവേ എന്ന ജപം ഒരു പ്രാവശ്യത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ സമാപന ദിവസമാണ്. നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ പ്രത്യേകമായുള്ള ആവശ്യങ്ങളെ നിയമങ്ങളെ ഇപ്പോൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഹൃദയമേ, മുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഭാവത്താൽ വിരൂപമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് കടാക്ഷിക്കണമേ. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും അങ്ങേ സ്നേഹവും ക്ഷമയും കണ്ടുപിടിക്കുന്നതിനും കൃപ ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം ആ ഹൃദയത്തിലേക്ക്, ദിവ്യസ്നേഹ ഹൃദയത്തിലേക്ക് എന്നെ തന്നെ ചേർത്ത് വയ്ക്കുന്നു. ആരാധന ഈശോയെ, തിരുഹൃദയ ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, അത് ലംഘിക്കപ്പെടുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത വിശുദ്ധമായ തമറിയത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇപ്പോൾ അനുസ്മരിക്കുന്നു. ഒരു നിമിഷം പ്രത്യേകമായ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, ഈ കഴിഞ്ഞ 30 ദിവസങ്ങളിലായി നമ്മൾ സംഭവിച്ച പ്രത്യേകമായിട്ട് ആവശ്യങ്ങളെ, പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ രോഗികളായി കഴിയുന്നവരെ, പലവിധത്തിലുള്ള വിഷമതകളും സങ്കടങ്ങളുമായി ക്വാറന്റീനിലായിരിക്കുന്നവരെ, അവരുടെ ഏകാന്തതയും നിരാശയും ഉത്കണ്ഠകളെ എല്ലാവരെയും നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. ലോകം മുഴുവനും, പ്രത്യേകിച്ച് രാഷ്ട്ര നേതാക്കന്മാരെ, അതിനെ നേതൃത്വം നൽകുന്നവരെ, ഈ കൊറോണയെ പിടിച്ചു കിട്ടുവാനായിട്ട് ശാസ്ത്രജ്ഞർ വാക്സിൻ ഉണ്ടാക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും, പ്രാർത്ഥന ആവശ്യമുള്ള സകലരെയും, നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമ്മുടെ സ്ഥാപനങ്ങളെ, സ്കൂളുകളെ, ആശുപത്രികളെ എന്നുവേണ്ട എല്ലാ സ്ഥാപനങ്ങളെയും പ്രത്യേകിച്ച് ഈശോയുടെ ചേർത്ത് സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും അങ്ങ് നിരസിക്കാതെ വിനീതപൂർവ്വം അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അങ്ങയോട് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സ്നേഹോദാശയാൽ പങ്കാളികളായി തീർന്ന് അങ്ങേ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭൂമിയിൽ ക്രിസ്തുവിനോട് ഞങ്ങൾ അനുരൂപരായിത്തീരുകയും സ്വർഗത്തിൽ അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളായി തീരുവാൻ അർഹരാകുകയും ചെയ്യുവാനാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന. കർത്താവ്
നിങ്ങളോടുകൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. എല്ലാ സമാശ്വാസത്തിന്റെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയം നിങ്ങളുടെ ദിനങ്ങൾ തന്റെ സമാധാനത്തിലും ദൈവികമാനുഗ്രഹത്തിലും അവിടുത്തെ വിശുദ്ധിയിലും ക്രമപ്പെടുത്തുകയും തന്റെ അനുഗ്രഹത്തിന്റെ ദാനം നിങ്ങൾക്ക് നിരന്തരം വർഷിക്കുകയും ചെയ്യുവാനാകട്ടെ. അവിടെ നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, മഹാമാരികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, വിഷമതകളിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തന്റെ സ്നേഹത്താൽ ഉറപ്പിക്കുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുവാനാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ദാനങ്ങളാൽ നിങ്ങൾ സമ്പന്നരാകുവാനും സൽപ്രവൃത്തികൾ വ്യാപൃതരായി ഈ ലോക ജീവിതം നയിക്കുവാനും സന്തോഷത്തോടുകൂടെ തിരുഹൃദയത്തിന്റെ രാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സ്നേഹത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. Amen.